الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസം എന്താണ് പ്രാമാണികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചര്യയിൽ നിന്ന് ഒരു നബിദിനാഘോഷം നിർദ്ധരിച്ചെടുക്കുക ഒരു വിശ്വാസിക്ക് സാധ്യമാണോ എന്നിത്യാദി വിഷയങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹം വിസ്മരിക്കപ്പെടുന്ന, പഠിപ്പിക്കപ്പെടാതെ പോയ സുപ്രധാനമായ ചില സംഭവങ്ങൾ വസ്തുനിഷ്ഠമായി അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടതുണ്ട്. പലപ്പോഴും റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ ജനിച്ച മാസം, സന്തോഷിക്കപ്പെടേണ്ട മാസം, ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യേണ്ട മാസം, ഇതാണ് പലപ്പോഴും നമ്മുടെ സമുദായം ചർച്ചക്കെടുക്കുന്ന വിഷയം. പക്ഷേ റബീഉൽ അവ്വലിന് കണ്ണുനീരിൽ കുതിർന്ന ഒരു കഥ പറയാനുണ്ട്, ഒരു യാഥാർത്ഥ്യം മുസ്ലിം സമുദായത്തോട് പറയാനുണ്ട്. അത് പലപ്പോഴും മനഃപൂർവ്വം മറച്ചു വെക്കുകയോ
അതല്ലെങ്കിൽ മറച്ചുവെക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ, ഇന്ന് റബീഉൽ അവ്വൽ 12 ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇത് ചർച്ച ചെയ്യാറില്ല, ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാറില്ല, ഇത് ആരും സംസാരിക്കാറുമില്ല. അടുത്ത മാസം റബീഉൽ ആഖിറാണ്. സമുദായത്തിലെ പല ആളുകളും മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് കഴിക്കും. റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് കഴിക്കും. പ്രാദേശിക തലത്തിലുള്ള പല ഹോജമാരുടെയും ഔലിയാക്കളുടെയും ഒക്കെ നമ്മുടെ സമീപ പ്രദേശത്ത് വെച്ച് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ആണ്ടുകൾ നമുക്കറിയാം. പക്ഷേ പ്രവാചകന്റെ ആണ്ട് എന്നാണ്? എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ആണ്ട് കഴിക്കാത്തത്? ഈ ചോദ്യത്തിന് അവർ മറച്ചുവെക്കുന്ന ഒരു മറുപടി റബീഉൽ അവ്വൽ 12 എന്ന്. അത് മറച്ചുവെക്കും. പുറത്തു പറയുന്നത് റബീഉൽ അവ്വൽ അത് ആഘോഷത്തിന്റെ, ജന്മദിനത്തിന്റെ മാസമാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രവാചകന്റെ ആ ഒരു വഫാത്ത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തു സുമറിലെ 30-ാമത്തെ വചനം, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. നബിയെ, അവരെല്ലാവരും മരണം ആസ്വദിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്. അവർ മാത്രമല്ല, ഇന്നക മയ്യിത്തുൻ, താങ്കളും ഈ ലോകത്തു നിന്ന് മരിക്കും. വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജ്ലുൻ ഔ മസലുൻ ദുരിബ ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുഇയത ലഹു നഫ്സു. പ്രവാചകന്റെ ആ ഒരു മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പ്രവാചകന് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരപ്പുറത്തേറിയ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടക്കുന്നുണ്ട്. മുആദ് ബിൻ ജബൽ കുതിരപ്പുറത്താണ്. ആ സമയത്ത് ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിക്കൊണ്ടിരുന്നു. അവസാന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി. താങ്കൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ, യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടു ഒന്ന് വരില്ല. താങ്കൾ നടന്നു വരിക എന്റെ പള്ളിക്കും മസ്ജിദുൻ നബവിക്കും അതല്ലെങ്കിൽ എന്റെ ഖബറിനുമിടയിലൂടെ ആയിരിക്കും താങ്കൾക്ക് നടക്കേണ്ടി വരിക എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഫബകാ മുആദുൻ ഖശഅൻ ലിഫിറാഖി റസൂലില്ലാഹ്. വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ യാത്ര പോകുന്നത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ആദ്യമായും ചെയ്ത ആ ഒരൊറ്റ ഹജ്ജ്, ആ സന്ദർഭത്തിൽ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ അറഫ പ്രഭാഷണത്തിലൂടെ സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ അന്നി മനാസികക്കും, ഈ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫി. ഈ ഒരു അറഫ മൈതാനിയിൽ വെച്ച് അടുത്ത വർഷം നിങ്ങൾ അഭിസംബോധനം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല. അങ്ങനെ പല സൂചനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് പകർന്നു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനത്തിൽ ഏകദേശം 29 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മഹാന്മാരായ സ്വഹാബാക്കൾ അന്തി ഉറങ്ങുന്ന ബഖീഉൽ ഗർഖദിലേക്ക്, അവരെ മറപാടപ്പെട്ട ഖബർസ്ഥാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. അവരെ സന്ദർശിച്ച് രാത്രി സമയത്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണവും ചെറിയൊരു തലവേദനയും ഒക്കെ അനുഭവപ്പെട്ടു. ക്രമേണ ആ തലവേദന കൂടി അത് വല്ലാത്തൊരു പനിയായി, കഠിനമായ ശക്തിയുള്ള പനിയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ അതിശക്തമായ പനിയാണ്, വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. മറ്റു ഭാര്യമാരുടെയൊക്കെ സമ്മതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് താമസം മാറ്റുകയാണ്. പരിചരണാർത്ഥം, തന്റെ ശുശ്രൂഷയാർത്ഥം അവശനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് ക്ഷീണിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വെച്ച് നടന്നു. അവിടെ വന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമായി. ആ സന്ദർഭത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതേത് സന്ദർഭങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, വേദനകൾ ഉണ്ടാകുമ്പോ, രാത്രി കിടക്കുമ്പോ ഒക്കെ മുഅവ്വിദാത്തുകൾ ഓതാറുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൻ നാസും അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖും ഒക്കെ ഓതാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മസ്തദ്ദ വജഉഹു കുൻതു അഖറഉ അലൈഹി, റസൂലുള്ളാഹിക്ക് വേദന കഠിനമായപ്പോ, രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കുൻതു അഖറഉ അലൈഹി, ഞാനാണ് ഈ മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്തത്. എന്നിട്ട് വഅംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹ, എന്നിട്ട് പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ പ്രവാചകന്റെ ശരീരം മുഴുവൻ ഞാൻ തടവി കൊടുത്തു. ആ പ്രവാചകന്റെ കരങ്ങളുടെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു ഖുത്ബ നടത്തുന്നുണ്ട്. സ്വഹാബത്തിനോട് പല നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ ഏറെ ഗൗരവമേറിയ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ, നിങ്ങൾ അറിയണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻഗാമികളായ പല ആളുകളും കാനൂ, അവരായിരുന്നു, യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഖബറുകളിലെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു അവർ. ഉറൂസുകൾ നടത്തുന്ന, ഇബാദത്തുകൾ നടത്തുന്ന, സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അലാ, നിങ്ങൾ അറിയണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്, ഖബറുകളെ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക, തീർച്ചയായിട്ടും നിങ്ങളോട് ഇതാ ഞാനത് വിരോധിക്കുകയാണ് സ്വഹാബത്തെ എന്ന്. അവസാന ദിവസങ്ങളിൽ 5 ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഗൗരവത്തോടുകൂടെ തന്റെ സ്വഹാബത്തിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാതുരനായി കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അതേ ജൂതനസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. കാരണമെന്താ? അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, വലൗലാ ദാലിക ലഅബ്റസ ഖബറുഹു ഗൈറ അന്നി അഖ്ശാ അൻ യുത്തഖദ മസ്ജിദ, നബി ഇതൊക്കെ പറയുന്നത് എന്തിനാ? റസൂലുള്ളാഹിന്റെ ഖബറും ആളുകൾ ഖബറ ആഘോഷമാക്കി മാറ്റുമോ, ഈദാക്കി മാറ്റുമോ എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അതല്ലായിരുന്നെങ്കിൽ പ്രവാചകന്റെ ഖബർ നമുക്ക് കാണുന്ന രൂപത്തിൽ വെളിച്ചത്ത് വെക്കപ്പെടുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്രി ഖബ്രി ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും സഹാബത്തിന് ഉപദേശിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹാബത്തെ, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. അല്ലാഹ് ഈ ദുനിയാവിലെ സകല സുഖ സൗകര്യങ്ങളും ഒരു അടിമക്ക് മുമ്പിൽ വെച്ചു നീട്ടി, പരലോകവും വെച്ചു നീട്ടി, ഇഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സമീപത്തുള്ളതാണ് ആ അടിമ എടുത്തത്, സ്വീകരിച്ചത്, തെരഞ്ഞെടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സ്വഹാബത്തൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു മൂലയിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. സഹാബത്ത് പറയാണ്, ഫഅജിബ്നാ ലിബുകാഇഹി അൻ യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്യറ. തിരഞ്ഞെടുക്കാൻ അള്ളാഹ് സ്വാതന്ത്ര്യം നൽകിയ ഒരു അടിമയെ കുറിച്ച് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. എന്തിനാണ് അദ്ദേഹം അത് കരഞ്ഞത്? എന്തിനായിരുന്നു ആ കരഞ്ഞത്? ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യിറു. ആ പരലോകം തിരഞ്ഞെടുത്ത, ദുനിയാവ് വേണ്ട എന്ന് വെച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് 5 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ബാക്കി നിൽക്കുന്ന ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ കുറിച്ച് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 4 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പള്ളിയിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. 4 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ ഒരു വ്യാഴാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹറും അസറും മഗ്രിബും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു. വീട്ടിലേക്ക് വന്ന് നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി. വീണ്ടും ബോധം തെളിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ഭാര്യമാരോട് ചോദിച്ചു, ജനങ്ങൾ നിസ്കരിച്ചോ? അവര് പറഞ്ഞു, ലാ ഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അവരങ്ങയെ കാത്തിരിക്കുകയാണ്, അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമൊഴിച്ചു തരാൻ പറഞ്ഞു. വുദു എടുത്തു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ടു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, ഇല്ല, എനിക്കിനി പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു. അന്നു മുതൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അവിടെ വെച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത്, ഇമാമായി നമസ്കാരം നിർവഹിക്കുന്നത്. തലേന്ന് ഞായറാഴ്ച ദിവസം, റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം തോന്നി. പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ വാദോരാതെ സ്വഹാബത്തിനും തന്റെ ഭാര്യമാർക്കും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസ്വലാ. നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അടിമകളുടെ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വേദനകൾ സഹിച്ച്, ഏറെ പ്രയാസങ്ങൾ സഹിച്ച ഈ ദിവസം എന്താണ് മുസ്ലിം ഉമ്മത്ത് ഇതിനെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നാണ്. പിറ്റേന്ന് രാവിലെ സ്വഹാബത്തൊക്കെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. പള്ളിയുടെ ചാരത്ത് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയുള്ളത്, റൂമുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അതാ ഖദികശഫ സിത്ര ഹുജറത്തി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയുടെ ആ കർട്ടൻ, ആ ജനാലയുടെ കർട്ടൻ ഒന്ന് നീക്കി, തുണിയൊന്ന് നീക്കി പള്ളിയിലേക്ക് നോക്കുമ്പോ ഫനളറ ഇലൈഹിം വഹും സുഫൂഫ് ഫതബസ്സമ വദഹിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കർട്ടനിനുള്ളിലൂടെ പള്ളിയിലേക്ക് നോക്കുമ്പോ സഹാബത്തുക വഹും സുഫൂഫ്, അണിയണിയായി സുബഹി നമസ്കാരത്തിന് സഫ് നിൽക്കുന്നുണ്ട്. ആ ഐക്യം കണ്ടപ്പോ, ആ സഫ് നിൽക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സന്തോഷമായി. പ്രവാചകൻ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രശോഭിതമായ രംഗം കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് നിന്നു. അവര് പ്രതീക്ഷിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗമൊക്കെ ഭേദമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് കടന്നു വരും. വദന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു അൻ യഖ്റുജ ഇല സ്വലാ വഹമ്മൽ മുസ്ലിമൂന അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം ഫർഹൻ ബിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റഅൂ. നബിയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളുടെ നമസ്കാരം വരെ നഷ്ടപ്പെട്ടു പോകുമോ, ഫിത്നയിലായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅശാറ ബിയദിഹി അൻ അത്തിമു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നമസ്കാരം തുടർന്നുകൊള്ളാൻ കൽപ്പിച്ചു, അവർക്ക് ആംഗ്യം കാണിച്ചു. സുമ്മ ദഖലൽ ഹുജ്റ, പിന്നീട് പ്രവാചകനെ ആ റൂമിലേക്ക് തന്നെ മടങ്ങി. വഅർഖസിത്ര, ആ കർട്ടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് താഴ്ത്തിടുകയും ചെയ്തു. അവസാനമായി തന്റെ സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ആ സുബ്ഹിയുടെ സമീപത്താണ്. കണ്ണു നിറയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൂമിലേക്ക് കയറി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറത്തേക്ക് തല ചായ്ത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുകയാണ്. വല്ലാതെ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ ആയിഷ മാ അസാലു അജിദു അലമ തആമി അല്ലദീ അകൽതു ബി ഖൈബർ. ഖൈബറിൽ നിന്ന് മടങ്ങി വരുമ്പോ ഒരു ജൂത പെണ്ണെനിക്ക് വിഷത്തിലൂട്ടിയ ആടിന്റെ മാംസം നൽകിയില്ലേ, അന്ന് ആ വിഷം എന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് എന്റെ ശരീരത്തിന്റെ ആ വിഷം എന്റെ ശരീരത്തിന്റെ നാഡി ഞരമ്പുകളെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നുണ്ട് ആയിഷ, വല്ലാത്ത വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ രംഗത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ആ ദിവസം ആ പ്രവാചകൻ വേദന അനുഭവിക്കുന്ന ആ സന്ദർഭത്തിലും അല്ലാഹു എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. എന്റെ നെഞ്ചിന്റെ, എന്റെ മാറിന്റെയും എന്റെ മടിയുടെയും ഇടയിൽ വെച്ചാണ്, എന്റെ ദിവസത്തിലാണ്, എനിക്കുള്ള ഊഴത്തിന്റെ ദിവസത്തിലാണ്, എന്റെ വീട്ടിൽ വെച്ചാണ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുള്ളത്. വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി. പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും കൂടെ സംയോജിപ്പിക്കാൻ അള്ളാഹു എനിക്കൊരു ഒരു സന്ദർഭവും ഒരു അനുഗ്രഹവും നൽകുകയാണ്. എങ്ങനെയാണത്? മഹദി വിശദീകരിച്ചു. ദഖല അലിയ അബ്ദുറഹ്മാൻ വബിയദിഹി സിവാക്. എന്റെ വീട്ടിലേക്ക് എന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ കടന്നു വന്നു. അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാഖിന്റെ കൊള്ളിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് മനസ്സിലായി അന്നഹു യുഹിബ്ബു സിവാക്. പ്രവാചകൻ ഒന്ന് പല്ല് തേക്കണം, ആ മിസ്വാക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നബിയോട് ചോദിച്ചു, ആഖുദുലക്, ഞാൻ അത് അങ്ങേക്ക് വാങ്ങിത്തരട്ടെ റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. നബി ആ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. പ്രവാചകന് ചുണ്ടനക്കാൻ സാധിക്കുന്നില്ല, ശബ്ദം പുറത്തോട്ട് വരുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. തന്റെ തല കൊണ്ട് പ്രവാചകൻ അതെ എന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ ഞാനത് വാങ്ങി നോക്കുമ്പോ അത് വല്ലാത്ത പരുക്കനായിരിക്കുന്നു. ഞാൻ എന്റെ വായിലേക്ക് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഫലയ്യൻതുഹു, ഞാൻ അതെന്റെ പല്ലുകൊണ്ട് കടിച്ച് ചവച്ച് ഞാനത് മൃദുലമാക്കി. എന്നിട്ട് ഫഅമറഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ നന്നായി തേച്ചു കൊടുത്തു. അങ്ങനെയാണ് എന്റെ അന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി. അവസാന സന്ദർഭത്തിൽ എന്റെ ഉമിനീര് കലർന്ന ആ മിസ്വാക്ക് കൊണ്ട് പ്രവാചകന്റെ വായിലിട്ടത് പല്ല് തേക്കാൻ എനിക്ക് സാധിച്ചു. എന്റെയും ആ പ്രവാചകന്റെയും ഉമിനീര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന സന്ദർഭത്തിൽ ഇടകലർത്തി എന്ന് കൂട്ടിക്കലർത്തി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ ചാരത്തത് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാഇ ഫയംസഹു ബിഹിമാ വജ്ഹഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളപാത്രത്തിലേക്ക് തന്റെ കരങ്ങൾ ഇട്ടുകൊണ്ട് ആ വെള്ളം കൊണ്ട് തന്റെ മുഖത്തിങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ പലപ്പോഴും തന്റെ ശരീരത്തിൽ പുതച്ച ആ പുതപ്പ് പ്രവാചകൻ തായോട്ട് എടുത്തു മാറ്റുന്നുണ്ട്, വീണ്ടും മുഖത്തേക്ക് മൂടുന്നുണ്ട്, വീണ്ടും എടുത്തു മാറ്റുന്നുണ്ട്. മരണത്തിന്റെ അസഹ്യമായ വേദനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ പ്രവാചകന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്. തീർച്ചയായിട്ടും അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മരണത്തിന് വല്ലാത്തൊരു പ്രയാസമുണ്ട്, മരണത്തിന് വല്ലാത്ത ഒരു വേദനയുണ്ട്. ഇന്നലിൽ മൗതി സകറാത്ത് സുമ്മ നസബ യദഹു. ഇത് പറയുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്ക് ചൂണ്ടുന്ന രൂപത്തിൽ തന്റെ കൈ ഉയർത്തി വെച്ചു. ഫജഅല യഖൂൽ ഫിറഫീഖിൽ അഅല, ഫിറഫീഖിൽ അഅല, ഫിറഫീഖിൽ അഅല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ദാ ഉന്നതനായ കൂട്ടുകാരനിലേക്ക്,
ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബ്ബിഗ്ഫിർലി വർഹംനി, റബ്ബിഗ്ഫിർലി വർഹംനി. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, അല്ലാഹുവേ എന്നോട് നീ കരുണ കാണിക്കണേ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ അങ്ങനെ തന്നെ വെച്ചു. ഹത്താ ഖുബിദ, ആ സമയത്ത് മലക്കുൽ മൗത്ത് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ പിടിക്കുന്നു. വമാലത്തി യദഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശിരസ്സ് താഴ്ന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിവെച്ച ആകാശലോകത്തേക്ക് ചൂണ്ടിവെച്ച ആ കരം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം താഴോട്ട് താഴ്ന്നു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് എത്രത്തോളം വേദന അനുഭവിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ട, സ്വഹാബത്തൊക്കെ പ്രയാസപ്പെട്ട, മദീന കരഞ്ഞ ഒരു സന്ദർഭം ഇതെന്നാണ് സഹോദരങ്ങളെ? ഇത് റബീഉൽ അവ്വൽ 12-നാണ്, തിങ്കളാഴ്ച ദിവസമാണ്. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നായിരുന്നു ഈ സംഭവം എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ സന്തോഷിക്കുകയാണ്. ഇന്നത്തെ സന്തോഷം പലരും നാളേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് ആരെയും ആക്ഷേപിക്കാനല്ല, ആരെയും മികഴ്ത്താനോ പരിഹസിക്കാനോ വേണ്ടിയല്ല. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്ത നമുക്ക് വേണ്ടി പിശാച് തിരഞ്ഞെടുത്തു തന്ന ഈ സന്തോഷത്തിന്റെ ദിനം ഏതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഏതെങ്കിലും ഒരു സമുദായം, ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ നേതാവ് മരണപ്പെട്ട ദിവസത്തെ ആഘോഷിക്കുമോ സഹോദരങ്ങളെ? ആ ഒരു അവസ്ഥ, ദുരനുഭവം ഏതെങ്കിലും ഒരു സമുദായത്തിന് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന അനുഭവിച്ച, സങ്കടപ്പെട്ട, കരഞ്ഞുപോയ, വല്ലാതെ പനി വന്ന് വേദനകൾ അനുഭവിച്ച് സങ്കടപ്പെട്ട ആ ഒരു സന്ദർഭമാണ് സഹോദരങ്ങളെ പിശാച് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി മീലാദ് ദിനമായിക്കൊണ്ട്, പ്രവാചകന്റെ ജന്മദിനമായിക്കൊണ്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പരിശോധിക്കണം. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, സ്വന്തം ആലോചിക്കുക. ഞാൻ എന്തിനാണ് കോപ്പ് കൂട്ടുന്നത്? ഞാൻ എന്തിനാണ് തയ്യാറാവുന്നത്? ഞാൻ എന്താണ് ആഘോഷിക്കാൻ പോകുന്നത്? എന്റെ ഹബീബ് വേദനിച്ച, എന്റെ ഹബീബ് ദുഃഖിച്ച, എന്റെ ഹബീബ് പ്രയാസപ്പെട്ട, എന്റെ ഹബീബ് ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് എന്ന് പറഞ്ഞ ആ ദിവസമാണോ ഞാൻ ആഘോഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്ന് സ്വന്തത്തോട് ആലോചിക്കുകയും ചോദിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യുക. ഏത് രൂപത്തിലാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്, ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനും യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇബ്ലീസിന് വല്ലാത്ത ദുഃഖമാണ്. ഇബ്ലീസിന്റെ അനുയായികളായ പല ആളുകൾക്കും അന്ന് ദുഃഖമാണ്. അവർക്കാണെന്ന് സന്തോഷമില്ലാത്തത് എന്നൊക്കെ പ്രഭാഷണങ്ങളും എഴുത്തുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല, പ്രവാചകന്റെ ജീവിതം ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് വെച്ചാൽ ഞാൻ മരിച്ചത് നന്നായി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ആരാണ് ഈ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത്തരം ഖുതുബകളിൽ മാത്രമാണോ? അല്ല, ഇതാഘോഷിക്കുന്ന ആളുകളുടെ പള്ളികളിൽ ഇന്നത്തെ ഖുതുബ, ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുതുബകൾ, അതിലൂടെ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ പരിശോധിക്കണം. ആ ഖുതുബയിലൂടെ ഒന്നാമത്തെ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചത്തെ ഖുതുബയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. നബിദിനം ആഘോഷിക്കുന്ന ആളുകളുടെ അറബി ഖുതുബയിൽ, ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുതുബയിൽ അതാർക്കും മനസ്സിലാവില്ല. താഴത്തിറങ്ങിയതിനു ശേഷം പല പണ്ഡിതന്മാരും പറയും നമുക്ക് ജന്മദിനാഘോഷിക്കേണ്ടതെന്ന്. പക്ഷെ അതിലൂടെ വളരെ കൃത്യമായി അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കിലീന ബിഖബ്ദി നുഫൂസിൽ അനാം. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് മഹാന്മാരായ മിർ റുസുലി റബ്ബിഹിൽ കിറാം,
ആദരണീയരായ റബ്ബിന്റെ മാലാഖമാർ പ്രവാചകന്റെ സമീപത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. എന്തിനാ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ പിടിക്കാൻ. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് കടന്നു വന്നത് എന്ന് ഒന്നാമത്തെ ഖുത്ബയിൽ. ഇനി ഒരുപാട് രംഗങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കണം. രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇന്നത്തെ ഖുത്ബയിലോ ഇതൊക്കെ നമുക്കൊക്കെ അന്വേഷിക്കാൻ പറ്റുന്നതല്ലേ? നമ്മുടെ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ ഈ ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബയുടെ ഏടുകൾ ഉണ്ടാകും. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞാൽ പറഞ്ഞു തരും. നമ്മൾ ചിന്തിക്കണം. ആ ഖുത്ബയിലൂടെ പറഞ്ഞെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ പ്രയാസങ്ങളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഖുത്ബയിലൂടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഫനാദതുഹു താഹിറത്തുൽ ബതൂൽ വൽ ഖലഖതു തഖൂൽ വ കർബാ ലികർബിക യാ അബാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന രംഗമാണ്. എന്റെ ഉപ്പ, എന്റെ ഉപ്പ അങ്ങ് എന്തൊരു വേദനയാണ് അനുഭവിക്കുന്നത് ഉപ്പ. ഫഅജാബഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത് എന്താ? വഖദ് വദ്ദഅഹാ ബിദമ്മിഹാ ഇലൈഹി ലാ കർബ അലാ ബിക ബഅദൽ യൗം. മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ലാ കർബ അലാ ബിക ബഅദൽ യൗം. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ മോളെ നിന്റെ ഉപ്പാക്കൊരു വേദനയുമില്ല, ഒരു പ്രയാസവുമില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ പറയുന്നതല്ല. നബിദിനം ആഘോഷിക്കണം. നാളെ ആഘോഷിക്കാൻ നിൽക്കുന്ന ആളുകളുടെ പള്ളികളിൽ ഇന്ന് പള്ളി മിമ്പറിൽ വെച്ച് ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗമാണിത്, ഖുത്ബയാണിത്, അറബി ഭാഷയിൽ സംസാരിച്ചതാണിത്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ? എന്നിട്ട് അദ്ദേഹം ആ ഖുത്ബയിലൂടെ ചോദിക്കുന്നത് എന്താണ്? ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫ വഅയ്യു തർഫിൻ അലൈഹി മാ ദമാ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസ. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ വേദനകളെ കുറിച്ച്, സങ്കടങ്ങളെ കുറിച്ച് നിന്നോട് പറഞ്ഞു തന്നിട്ടും നിനക്കെന്തേ സങ്കടം വരാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാത്തത്? നിനക്ക് കരച്ചിൽ വരാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാവാത്തത്? ആര് ചോദിക്കുക? ഖതീബ് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊന്നും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന, ദുഃഖാചരണം 3 ദിവസമാണെന്നും പിന്നെ ദുഃഖം ആചരിക്കണ്ട എന്നൊന്നും, ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ദുഃഖാചരണം ശരിയാണ്, 3 ദിവസം ഇസ്ലാമിലുള്ളൂ. പക്ഷെ ദുഃഖം അത് പിന്നീട് ഉണ്ടാകൂലേ? നമ്മുടെ ഉപ്പ മരണപ്പെട്ടതോർക്കുമ്പോ, നമ്മുടെ മകൻ മരണപ്പെട്ടതോർക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ദുഃഖം ഉണ്ടാകൂലേ? ആ ദുഃഖം സ്വാഭാവികമല്ലേ? എത്രത്തോളം ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹിനോട് ചോദിക്കുന്നുണ്ട്. ഫലമ്മാ ദുഫിന, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അനസ് അതാബത അൻഫുസുകും അൻ തഹ്ഫു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. അനസേ, മോനെ നിനക്കെങ്ങനെ സാധിച്ചു മോനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ നിനക്ക് എങ്ങനെ സാധിച്ചു അനസേ? ദുഃഖം കൊണ്ട് ചോദിച്ചു പോവുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയാലോ. മാമാത റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ് മരിച്ചിട്ടില്ല, എന്റെ റസൂലുള്ളാഹ് വഫാത്ത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും. വികാരാതീതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടുകൊണ്ട് സമാധാനിപ്പിക്കുന്ന രംഗമുണ്ട്. ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു നാടുവിടാനൊരുങ്ങിയ ചരിത്രമുണ്ട്. ബാങ്കുലികൾക്ക് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോ ബാക്കി കിട്ടാതെ ബാങ്ക് മുറിഞ്ഞുപോയ സന്ദർഭങ്ങളുണ്ട്. ദുഃഖിച്ച ദിവസമാണ് സഹോദരങ്ങളെ. മദീന കരഞ്ഞ ദിവസമാണത്. സ്വഹാബത്തകിലം കരഞ്ഞ ദിവസമാണ്. എല്ലാവർക്കും സങ്കടമുണ്ട്. നമുക്കില്ലേ? ആ പ്രവാചകനെ ഓർക്കുമ്പോ, ആ പ്രവാചകനെ കുറിച്ചിട്ട് ഓർക്കുമ്പോ സങ്കടം നമുക്കില്ലേ? അതെ, ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും. ആ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ ജീവിതത്തിൽ? എങ്കിൽ പ്രവാചകൻ നിങ്ങളോട് യാത്ര പറഞ്ഞിട്ടില്ലേ എന്ന് ആലോചിച്ചാൽ മറ്റെല്ലാം നിങ്ങൾക്ക് നിസാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.